ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഒരു കപ്പത്തോരനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. പച്ച കപ്പ കൊണ്ടുള്ള തോരൻ. ഇത് ഫ്രോസൺ കപ്പയാണ്. ഈ കപ്പ ഫുൾ എടുക്കേണ്ട, അതിൻ്റെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തേങ്ങ വേണം, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ എടുത്തിട്ടുണ്ട്. കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തതാണ്. ഇനി എണ്ണ ഒഴിച്ച് പാൻ അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് കപ്പ ചേർക്കുകയാണ്, ഗ്രേറ്റ് ചെയ്ത കപ്പ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കപ്പയുടെ ഈ നടുക്ക് ഭാഗത്തായിട്ട് അരപ്പിടണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ കപ്പ കുഴഞ്ഞു പോവും, വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം, വേവാനുള്ള വെള്ളം മാത്രം. അപ്പോൾ ഇതിങ്ങനെ കപ്പ കൊണ്ട് മൂടി വെക്കണം ഈ അരപ്പ്. അപ്പോൾ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറും. അരപ്പും വേഗം കപ്പയും വേഗം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് ഇതിൽ ഞാൻ ഉപ്പിട്ടായിരുന്നു. കപ്പ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ അതങ്ങ് വെന്തോളും. തുറന്ന് നോക്കാം. കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ തോർത്തി കുറേ സമയം ഇങ്ങനെ ഇളക്കി ഗ്യാസിൽ തന്നെ, അടുപ്പിൽ തന്നെ വെക്കണം. കുറേ അധികം സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ വലിഞ്ഞ് അതൊന്ന് നല്ല ഡ്രൈ ആയി കിട്ടും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് എല്ലാവരും കപ്പ വേവിക്കുകയല്ല ചെയ്യുക. അത് കപ്പ തോരൻ ഒരു വെറൈറ്റിയാണ്. ചോറിനൊക്കെ ഒരു തോരനായി. അപ്പം വേറെ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ, കപ്പയുണ്ടെങ്കിൽ കപ്പ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കണം. നമ്മുടെ കപ്പത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അധിക സമയം വയ്ക്കേണ്ടതില്ല, നമുക്കിത് മാറ്റാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Have a nice day. Bye.